പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഇന്ന് മലയാളത്തിൽ, പ്രത്യേകിച്ച് യുവതലമുറയിൽ വൈകാരികമായി ഏറ്റവും വലിയ സെലിബ്രിറ്റി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ആൾക്കും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ പറയാൻ കഴിയുന്ന പേരാണ് വേടൻ. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആ ചെറുപ്പക്കാരൻ മലയാളികളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് യുവതലമുറയുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം ചെറുതൊന്നുമല്ല. റാപ്പ് എന്ന് പറയുന്ന ഈ കാലഘട്ടം വളരെ ആവേശപൂർവം കാണുന്ന സംഗീതം അതെടുത്തുപയോഗിച്ചു എന്നതിനപ്പുറം അതിലൂടെ പുറത്തുവിടുന്ന വരികളുടെ അല്ലെങ്കിൽ ശുദ്ധ കവിതയുടെ ആ മൂർച്ച, ആ വാക്കുകൾ എവിടൊക്കെ ചെന്ന് കുത്തിക്കയറുന്നു എന്നുള്ള വസ്തുത, ഇതൊക്കെയാണ് അയാളെ ഇന്ന് ഈ തരത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത്. ശരിക്കും ചിന്തിച്ചാൽ ഈ പുതിയ ആരാധക വൃന്ദം മാത്രമാണോ വേടനെ ഇത്ര ഔന്നത്യത്തിലേക്ക് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ശത്രുക്കളും അതിന് കാരണക്കാരാണ് എന്ന് പറയേണ്ടി വരും. കാരണം അയാൾ തൊടുത്തുവരുന്ന കൂരമ്പുകളെല്ലാം തന്നെ ചെന്നു തറയ്ക്കുന്നത് ഇവിടുത്തെ സവർണ മേധാവിത്വത്തിന്റെ നെഞ്ചിലാണ്. കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ജാതിയുടെയും വിവേചനത്തിന്റെയും ആ ശൈലി, അതൊക്കെ നമ്മുടെ നവോത്ഥാനത്തോടുകൂടി എല്ലാം കെട്ടടങ്ങിപ്പോയി എന്ന് വിശ്വസിച്ചെങ്കിൽ തന്നെയും ഇന്നും അത് വേര് നശിക്കാതെ പൂർവാധികം ശക്തിയായി മനുഷ്യ മനസ്സുകളിൽ തന്നെ കുടികൊള്ളുകയാണ് ചെയ്യുന്നത്. അതിനെതിരെയുള്ള ഒരു വലിയ ഉണർത്തുപാട്ടുമായിട്ടാണ് വേടൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതൊരു പക്ഷേ അയാൾ കണ്ടെത്തിയ ആ വഴി, ആ റാപ്പ് സംഗീതത്തിന്റെ ഒരു പന്ഥാവ് അയാളെ കൂടുതൽ ആ രംഗത്ത് മികവുള്ളവനാക്കി തീർക്കാൻ സാധിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഈ അടുത്ത ദിവസങ്ങളിൽ വേടന്റെ വരവോടുകൂടിയാണ് പൂർവാധികം തലപൊക്കാൻ തുടങ്ങിയത്. കുറെ നാളുകളായി എവിടെയോ മറഞ്ഞിരുന്ന വിഷകല, അതൊരു ടീച്ചറാണെന്നാ പറയുന്നത്, മലയാളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹീനമായ വർഗീയ വിഷം തുപ്പുന്ന ഒരു യന്ത്ര സമാനമായ ഒരു സ്ത്രീയാണവർ. അവർ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് 2 ദിവസമായി വേടനെതിരെയുള്ള യുദ്ധവുമായിട്ടാണ്. ആ വിഷകലയുടെ വിഷം തുപ്പൽ വേടനെ കൂടുതൽ കൂടുതൽ ഗ്ലാമറിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. 2 ദിവസമായി വേടന് അനുകൂലമായി വരുന്ന ചർച്ചകള്, മീഡിയ അറ്റൻഷൻ എല്ലാം ഉണ്ടാക്കിയെടുത്തത് പ്രധാന കാരണം ഈ വിഷകലയുടെ ഇടപെടലാണ്. അവർ പറയുന്നത് വേടൻ നഗ്നനായി, വസ്ത്രമില്ലാതെ സമൂഹത്തിന്റെ മുന്നിൽ, സൊസൈറ്റിയുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നു. അതുപോലെ ദേവാലയങ്ങളുടെയൊക്കെ മുമ്പിൽ പോയി ഈ കോപ്രായങ്ങൾ കാട്ടുന്നു എന്നാണ് പറയുന്നത്. സത്യത്തിൽ അവർ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയെ പോലെയാണ് ആക്ട് ചെയ്യുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ കുംഭമേളയിലും എല്ലാം കണ്ടു. ഒരല്പവസ്ത്രം പോലും ധരിക്കാത്ത സന്യാസിമാർ, പല പല ചിന്താഗതിക്കാർ, പല പല ആചാരങ്ങൾ വെച്ച് പുലർത്തുന്നവരെല്ലാം അവിടെ വന്നു കിടന്ന് ദൈവത്തിന്റെ പേരിൽ ഉറഞ്ഞു തുള്ളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ്, ഒരുപക്ഷെ ഫുൾ കൈ ഷർട്ടോ കോട്ടോ ധരിച്ചില്ലെങ്കിൽ തന്നെയും കാര്യമായ രീതിയിൽ നഗ്നത മറച്ചുകൊണ്ട് ഒരു നല്ല
ബനിയൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വേടൻ തന്റെ പരിപാടികൾ ചെയ്യുന്നത്. അവിടെ വിശകല ടീച്ചർ കാണുന്നത് വേടൻ നഗ്നനായി പരിപാടികൾ അവതരിപ്പിക്കുന്നതായിട്ടാണ്. എന്തൊരു വികലമായ കാഴ്ചപ്പാടാണ് ഇവർക്കൊക്കെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു ഘട്ടത്തിൽ ഈ സ്ത്രീ മെക്കിട്ട് കയറിയിരുന്നത് മുസ്ലിങ്ങൾക്ക് നേരെയായിരുന്നു. ഇസ്ലാം മതത്തിനെതിരെയായിരുന്നു രാപകൽ ചിലച്ചുകൊണ്ട് നടന്നത്. അന്ന് കുറിതൊട്ട മറ്റൊരു സംഖ്യ പറഞ്ഞതുപോലെ നമ്പൂരി മുതൽ നായാടി വരെ എന്നൊരു പ്രയോഗം അയാൾ നടത്തിയില്ലയോ എന്ന് പറഞ്ഞതുപോലെ ചില പ്രയോഗങ്ങളായിരുന്നു ഈ വിശകല നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഹിന്ദുക്കളെല്ലാം ഒരമ്മ പെറ്റ മക്കളാണെന്നും അതിന് ജാതി വ്യത്യാസമില്ലെന്നും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉള്ളവര് പരസ്പരം മിത്രങ്ങളാണെന്നും ഒക്കെയാണ് വാതോരാതെ ഈ സ്ത്രീ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. ഇപ്പൊ ആ പ്രസംഗമൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ തൊലി കറുത്തവൻ വേറെ, താഴ്ന്ന ജാതിക്കാരൻ വേറെ, അവൻ വർണ്ണവിവേചനത്തിനെതിരെ അല്ലെങ്കിൽ ജാതി മേൽക്കോയ്മയ്ക്കെതിരെ ഒരു വിമർശനവും അവൻ പറയാൻ പാടില്ല, അവനൊരു കവിത എഴുതാൻ പാടില്ല എന്ന തലത്തിലേക്ക് വെറും ഒരു ഫാഷിസ്റ്റ് ചിന്താഗതിയിലേക്ക് ഈ സ്ത്രീ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും ആണ് നമ്മൾ അവരുടെ ശരിയായ തനി നിറം കാണുന്നത്. ഇവരിതുവരെ പറഞ്ഞത് ഒരു ഹൈന്ദവ മൈത്രിയുടെ ഒരു ഭാഷയായിരുന്നു. ആ ഹൈന്ദവ മൈത്രിക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും എന്നുള്ള തരത്തിലായിരുന്നു ഈ വിശകല ടീച്ചറുടെ പോക്ക് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷെ ഇപ്പോൾ ആ ജാതിയും മതവും വർണ്ണവും എല്ലാം പുറത്തു വന്നിരിക്കുന്നു ഒരു വേടൻ മുഖാന്തരം. അപ്പോൾ വേടന്റെ വാക്കുകളിൽ, വേടന്റെ സാധാരണക്കാരെ ആകർഷിക്കുന്ന ചുവടുകളിൽ ഈ വിശകല ടീച്ചർ ഉൾപ്പെടെയുള്ള ജാതി കോമരങ്ങളുടെ നെഞ്ചിന് മുറിവേറ്റിരിക്കുകയാണ്. എങ്ങനെയും വേടനെ ഒതുക്കിയെങ്കിൽ മാത്രമേ ഇതുവരെ പറഞ്ഞു നടന്ന മേനി പറച്ചിൽ വീണ്ടും പറയാൻ പറ്റൂ എന്നുള്ള ഒരു തോന്നലുമായിട്ടാണ് ഈ വിശകല ടീച്ചർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേക്കുറിച്ച് ജനം ബോധവാന്മാരാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ജനം ഇതെല്ലാം തിരിച്ചറിയുന്നു, ഇതെല്ലാം വിവേചിച്ചറിയുന്നു, ഇവരുടെ കള്ളത്തരങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ബിന്ദു എന്ന ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിക്ക് നേരെയുണ്ടായ പോലീസ് വിവേചനം, പോലീസ് കാണിച്ച അങ്ങേയറ്റത്തെ നീതി നിഷേധം എല്ലാം നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ വിശകല ടീച്ചറിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്ന് ഈ വേടനെതിരെ ശബ്ദമുയർത്തുമ്പോൾ അവരുടെ ഉള്ളിലിരിപ്പ് കൃത്യമായി പുറത്തു വരുന്നത്. ഇതിനെതിരെ സമൂഹം ജാഗരൂകരായിരിക്കുക എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കാലികമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും ഒത്തുകൂടാം. നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഈ ചാനലിനുണ്ടാകണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും ലൈക്കും രേഖപ്പെടുത്തി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.